ഞാലിബില്ലി. അപ്പൊ ഞാൻ ഇന്നൊരു സിനിമ കണ്ടു, അതായത് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ ഷറഫുദ്ദീൻ നായകൻ, അതേപോലെ തന്നെ അനുപമ പരമേശ്വരൻ നായികയായിട്ടുള്ള ഒരു സിനിമ. പടം എഴുതി ഡയറക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രണീഷ് വിജയ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ആളാണ് എഴുതി ഡയറക്ട് ചെയ്തത്. അതേപോലെ തന്നെ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗോകുലം ഗോപാലനും അതേപോലെ തന്നെ ഷറഫുദ്ദീനും കൂടിയാണ് ഇത് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പടത്തില് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ, മറ്റേ ശ്യാം മോഹൻ എന്ന് പറഞ്ഞ അത് എന്ന് പറഞ്ഞ മറ്റേ പ്രേമലു സിനിമയിൽ ആദി എന്ന് പറഞ്ഞ ഉള്ള റോൾ ചെയ്തല്ലേ ആ പുള്ളി. പിന്നെ അതേപോലെ തന്നെ ഭഗത് മാനുവല്, പിന്നെ വിനയ് ഫോർട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ, ഇവരൊക്കെയാണ് മെയിനായിട്ട് റോൾ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ ജോമോൻ എന്ന് പറഞ്ഞൊരു പുള്ളിയില്ലേ, മറ്റു വാഴയിലൊക്കെ ഉള്ള ജോമോൻ, ആ പുള്ളിക്കാരനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി റോൾ തന്നെയാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞോളം ഒരു പുള്ളി ഷറഫുദ്ദീൻ ആദ്യം ഒരു ഡിക്റ്റേറ്റീവ് ആണ്, പിന്നെ അതിൽ നിന്ന് മാറി പുള്ളി പെറ്റ് ഡിറ്റക്റ്റീവ് ആകുന്നതാണ്. അതായത് ഒരു പട്ടീനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോ തന്നെ പറയുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ മറ്റേ ബഡായി ബംഗ്ലാവ് സിനിമയിലെ അമ്മായി എന്ന് പറഞ്ഞ റോൾ ചെയ്ത ആ പുള്ളിക്കാരത്തില്ലേ, ആ പുള്ളിക്കാരത്തിലെ പട്ടീനെ കണ്ടുപിടിക്കുമ്പോ തുടങ്ങിയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ പേര് വന്നത്. അവിടെ നിന്നാണ് പടം ഒരു രസമായിട്ട് പോണത്. പിന്നെ വിജയരാഘവൻ നല്ല രസമായിട്ട് ചെയ്തത്. പുള്ളിക്കാരൻ ഒരു അണ്ടർവേൾഡ് ടോണൊക്കെ ആയിട്ടാണ് ഇതിൽ ചെയ്തത്. അപ്പൊ അതൊക്കെ പടം കാണുന്നവർക്ക് നല്ല രസമായിട്ട് മനസ്സിലാവുക കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. അത് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ പുള്ളിക്കാരൻ വേറൊരു റോളിലേക്കൊക്കെ വരുന്നുണ്ട്. അവളത്തൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പറയാം, മറ്റേ ജോമോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്തുട്ട നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി ത്രൂ ഔട്ട് പുള്ളി കോമഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സ് വന്നപ്പോ എനിക്കൊരു വെട്ടം വൈബ് കിട്ടി. അത് വെട്ട സിനിമയില് ലാസ്റ്റ് കൂട്ടുചിരി എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, ആ സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം ഏതൊക്കെ ഫ്രെയിം എങ്ങനെയൊക്കെ നോക്കിയാലും ചിരിയോട് ചിരി, അങ്ങനെ എനിക്ക് ഒരു തോന്നി. അതുകൊണ്ട് തന്നെ ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പടമാണ് ഈ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ പടം. പിന്നെ ഇതിൽ വേറെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറയൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്കൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരം, അത് ഗംഭീരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ മൊത്തം വന്നിട്ടുണ്ട്. ഇപ്പൊ വെട്ട സിനിമയിൽ ഒരു ഫാക്ടറിക്കുള്ളിലാണെങ്കിൽ ഇതിൽ വണ്ടർലയ്ക്കുള്ളിലാണ് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തത്. കൊള്ളാം, ഒരു അധ്യാപക ഇതൊക്കെ ആയിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ഇപ്പൊ വേറെ ഒന്നും ഇതിൽ കൂടുതലല്ലത്. എന്തായാലും തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് കാണാവുന്ന ഒരു പടമാണ് പെറ്റ് ഡിറ്റക്റ്റീവ്, അത്രേ എനിക്ക് പറയാനുണ്ട്. പിന്നെ ഷറഫുദ്ദീനൊക്കെ ഇതിൽ ആക്ഷനും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ എന്തോ ഒരു കരോട്ട അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട റോൾ എന്ന് പറഞ്ഞാൽ വേറൊരു ഒരാളും കൂടി റോൾ ചെയ്യുന്നുണ്ട്, രഞ്ജി പണിക്കർ അസാധ്യമായിട്ട് പുള്ളിക്കാരൻ ഇതിലൊരു നോവലിസ്റ്റ് അങ്ങനെ എന്തോ ആണ്, ഒരു പത്രക്കാരൻ അങ്ങനെ എന്താണ്. പുള്ളിയാണ് ഈ പടത്തിന്റെ ഒരു ലീഡ് റോൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും തിയേറ്ററിൽ കാണുന്നവർക്ക് മനസ്സിലാവും. എന്തായാലും ഇവര് പിന്നെ ക്ലൈമാക്സ് ആകുമ്പോ പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിനായകൻ ഇതില് ഒരു റോള് ചെയ്തിട്ടുണ്ട്. വിനായകൻ നല്ല രസമായിട്ട്, അതൊരു കോമഡി വളർന്ന കൊങ്കിനിയോ അങ്ങനെ എങ്ങാണ്ട് എന്തോ ഭാഷയാന്ന് തോന്നുന്നു, മറ്റേ കമ്മത്തിലെ ഭാഷയൊക്കെ പോലെ എനിക്ക് തോന്നി. എവിടെയൊക്കെയാണ് തോന്നി. എന്തായാലും പുള്ളിക്കാരന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല കോമഡി പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പടം ഞാൻ പറഞ്ഞില്ലേ, ത്രൂ ഔട്ട് കോമഡിയാ, ഫുൾ കോമഡി എന്ന് പറഞ്ഞാൽ ഫുൾ കോമഡി. എനിക്ക് ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ എനിക്കൊരു വെട്ടം വൈബ് കിട്ടിയ ഒരു പടമാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. എന്തായാലും കുറെ നാള് കൂടി ഒരു കോമഡി പടം കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ കാണുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു 4K അറ്റ്മോസ്ഫിയർ ഇരുന്ന് കണ്ട രസമായിരിക്കും. 4K ക്ലാരിറ്റി എനിക്ക് കിട്ടില്ല. പിന്നെ ഇതിന്റെ സ്ക്രീൻ റേഷ്യോ മറ്റേ സ്ക്രീനിൽ കണ്ടപ്പോ സ്ക്രീൻ റേഷ്യോ ഫുള്ളായിരുന്നില്ല. അവിടെ കണ്ട രണ്ട് സൈഡിലും മറ്റേ ബാറ് പോലെ ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ സ്ക്രീൻ റേഷ്യോ ഫുള്ളായിരുന്നില്ല, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല, അതെന്തോ ടെക്നിക്കലി ഇതായിട്ടായിരിക്കും വന്നേക്കണം. എന്തായാലും എല്ലാവർക്കും ധൈര്യമായിട്ട് തിയേറ്ററിൽ കാണാവുന്ന ഒരു പടമാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. എന്തായാലും കണ്ടു. ശരി.